ഹലോ ഹായ് നികിത റബിലാണ്. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ്. വരുന്ന സമയം നല്ല അത്യാവശ്യം മഴ കിട്ടി. അപ്പം പാർക്കിങ്ങിൽ ഞങ്ങൾ നിൽക്കുകയാണ്. പാർക്കിങ്ങിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനുള്ള വഴിയില്ലാത്തത് കാരണം മഴ കഴിയുന്ന വരെ ഞങ്ങൾ അവിടെ നിന്നു. അത്യാവശ്യം പാർക്കിങ്ങൊക്കെ കാലിയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ കയറി നിൽക്കുകയാണ്. മെയിൻ ഉദ്ദേശം എനിക്ക് കുട വാങ്ങുക എന്നുള്ളതാണ്. ഇവിടുത്തെ മഴയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഇവിടുത്തെ വെയിലിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കുട അത്യാവശ്യം. കാരണം മഴ വല്ലപ്പോഴും കിട്ടുന്നതാണ്. അപ്പം മഴ കൊള്ളുന്ന ഒരു ചാൻസ് ഉണ്ടാവാറില്ല. അപ്പോൾ ഡെയിലി ഉള്ള ഈ ചൂട് മോനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മോനെ ടവൽ കെട്ടിക്കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചാറ്റിൽ തലയിൽ കൊള്ളണ്ട വെച്ചിട്ട് ഷോപ്പിലേക്ക് കയറുമ്പോഴേ അങ്ങനെ കെട്ടിക്കൊടുത്താൽ. അപ്പം ഞാൻ കുടയൊക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞ എൻഡിലുണ്ടെന്ന്. അങ്ങനെ എൻഡിൽ പോയിട്ട് നമ്മൾ അങ്ങനെ തിരച്ചിൽ വന്ന സ്ഥിതിക്ക് കുറച്ച് ഗ്രോസറീസും കൂടി നമ്മൾ വാങ്ങിച്ചു കേട്ടോ. ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം അത് നോർമലി ഉള്ള കുടയാണ്. നല്ല സിൽവർ കോട്ടിംഗ് ഒക്കെയാണ്. പക്ഷെ എനിക്കെന്തോ അതിനോട് അത്ര താല്പര്യം തോന്നിയില്ല. അപ്പോൾ വാവയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ വാവയും എടുത്തിട്ട് അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് ഞങ്ങൾ ആദ്യം കണ്ട കുടയിലേക്ക് തന്നെ പോയി. അങ്ങനെ അത് വാങ്ങി ഒന്ന് ചെക്ക് ചെയ്യാൻ കാരണം അവിടെ വേറെ ഒന്നും ഒരു ചെറിയൊരു കീറൽ ഉള്ള മരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ വാങ്ങിച്ചതിനുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് പുറമെ ഇറങ്ങിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, തുറന്നൊക്കെ നോക്കി. അത്യാവശ്യം കുഴപ്പമില്ല. ജസ്റ്റ് വലിയ UV പ്രൊട്ടക്ഷൻ, സിൽവർ കോട്ടിങ് അങ്ങനെയൊന്നും ഇല്ല. സാധാരണ ഒരു കുട എനിക്കിഷ്ടപ്പെട്ട് അതെടുത്തു. അങ്ങനെ ഇന്ന് ഞാൻ കുടയ്ക്കായിട്ട് വാവനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വരികയാണ്. അപ്പോൾ കുട കിട്ടിയതിൻ്റെ നല്ല സന്തോഷമാണ്. കാരണം അത്രയും വെയിൽ ഒരു സമാധാനം കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ നടത്തത്തിന് കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. കുറച്ച് സാവധാനം ഒക്കെ തിരിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ച് വഴിയിൽ കാണുന്ന പൂക്കളും ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഭംഗി തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. വയലുകളിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് നിറയെ അത് അവിടെ ഉണ്ടായിട്ടുണ്ട്. നല്ല വൈറ്റ് ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോ കളറും ബ്രൗൺ കളറൊക്കെ ആയിട്ട് ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ പൂവിലൊക്കെ ഇങ്ങനെ പാൽപ്പാൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ചെടിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് നിലക്കടലില്ലേ, നമ്മൾ പീനട്ട്, അതിൻ്റെ ഒരു ചെടി പോലെ തോന്നി. ഇവിടെയൊക്കെ സാധാരണ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. കഴിഞ്ഞ ദിവസം കാറ് അവിടെ കാണുന്നില്ലേ ഒരു മരം, അതിൻ്റെ ചോട്ടിലായിരുന്നു കാറ് നമ്മൾ നിർത്തിയിടുക. അപ്പോൾ അതിൻ്റെ കാറിൻ്റെ മേലെ ഒരു എന്തിൻ്റെ ഒരു മുട്ട പൊട്ടിക്കിടക്കുന്ന പോലെ കണ്ടു. അപ്പോൾ അതെന്താണെന്നൊന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെ എന്താണെന്ന് വെച്ചാൽ കാക്കേൻ്റെ കൂടാണ്. എങ്കിലും അത് കാറിൻ്റെ മുകളിൽ വീണ് അത് പൊട്ടിയത് കണ്ടപ്പോൾ എന്തോ വല്ലാത്തൊരു വിഷമം പോലെ. അപ്പോൾ അതിന് ശേഷം എന്തായാലും അതിൻ്റെ ചുവട്ടിൽ വെക്കണ്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് നമ്മൾ ബാക്കോട്ടൊന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റബൽ.